എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വീണയെ ചികിത്സിച്ചിട്ട് രാത്രി വരെ 26-ാം തീയതി രാത്രി വരെ മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കിയിരിക്കുന്ന 13 ഡോക്ടർമാരുണ്ട്. എനിക്ക് നേരത്തെ സംശയം ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മെഡിക്കൽ ബിരുദമെടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ്, അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സന്തോഷായി, നല്ല സന്തോഷമായി. വിവരമുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് പുറത്തിറങ്ങുന്നത്. ആ പ്രതിജ്ഞയിൽ ഒരു സത്യസന്ധതയുണ്ട്, ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ സത്യസന്ധതയുണ്ട്. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. ആ സത്യസന്ധത ലംഘിച്ചിട്ട് ഈ 13 സീനിയർ ഡോക്ടർമാര്, അതിൽ 1-2 പേരെ മാത്രമേ ജൂനിയേഴ്സ് ഉള്ളൂ, അവന് ഈ കള്ളക്കഥയ്ക്കും നാടകത്തിനും കൊള്ളരുതായ്മയ്ക്കും ശമ്പളം തരുന്നവൻ എരപ്പാളിയായാലും അതെന്റെ മുതലാളിയാ. ഒരു നാട്ടിന് തീ കൊളുത്തുന്ന ക്രിമിനൽ പ്രവർത്തിക്കും മെഡിക്കൽ പ്രൊഫഷനെ മറയാക്കി കൂട്ടുന്നു. പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? ഞാൻ ഈ വിദ്വാന്മാരോട് ചോദിക്കുക, ഈ ഡോക്ടർ പ്രമാണിമാരോട് ചോദിച്ചാ, നിങ്ങൾ നാറുകയും നാണം കെടുകയും ചെയ്തില്ലേ? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. കാരണം പിറ്റേന്ന് പുലർച്ചക്ക് ജോർജിയ സ്ത്രീയെ നിങ്ങളുടെ ഒന്നും അനുമതിയില്ലാതെ നിങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോ വീണയുടെ ഭർത്താവും കുടുംബക്കാരും ഇറക്കി കാറ് കയറ്റിയിട്ട് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയില്ലേ? അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായി. എന്ത് ഡോക്ടർമാരാണ് ഹേ! നിങ്ങളുടെ പ്രൊഫഷൻ എന്തു വിലയായി ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകുക? വീണയും CPM-ന്റെ നേതാക്കന്മാരും ചേർന്നിട്ട് എത്ര മനുഷ്യരുടെ ജീവിതത്തെയാണ്, എത്ര സ്ഥാപനങ്ങളെയാണ് അപഹാസ്യവും പരിഹാസ്യവുമാക്കി തീർക്കുന്നത്? ഈ നാടിനെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഈ പാർട്ടി നേടുക? ഈ വീണ എന്താ നേടുക? ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? അവരുടെ നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു സർജന്റെ മുറിയില് ഒരു 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 നോട്ടീസ് ഡിസ്പ്ലേ ചെയ്തു പറഞ്ഞിട്ട് അയാളുടെ പുറകെ വാളെടുത്ത് നീങ്ങുകയാണ്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഞാൻ ഒടുവിൽ കേട്ടതനുസരിച്ച് അതിലും ഈ വീണ നാറാൻ പോകുമെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഉള്ളതോന്നോ അവൻ പിന്നെ കള്ളം പറയും. ആ ഡോക്ടർ പറഞ്ഞ 8 കാര്യങ്ങളും സത്യമാണ്. ആർക്കും ഫാക്ട് ചെക്ക് ചെയ്യാം. അവിടെ കോന്നി മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകളുടെ കഥയാണ് ആ പറഞ്ഞതല്ല. അതിലാർക്കും ഒരു ഡിസ്പ്യൂട്ടും ഇല്ല. പിന്നെ ഡോക്ടർ കൈക്കൂലിക്കാരനാണ്, വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, മുമ്പ് അച്ചടക്ക നടപടി നേരിട്ട ആളാണെന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നു. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റും. അത് അവർക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ച് അവിടുത്തെ സർജറി മേധാവി എഴുതി വെച്ച കാര്യങ്ങൾ, അവിടെ എഴുതി പ്രദർശിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാണ്. അവര് കേൾക്കുന്നതിന് മുമ്പ് വീണ വാളെടുക്കുക ചെയ്യുന്നത്. ഈ വീണ അവരാരാണ്? ഇത് കേൾക്കുന്ന ഉടനെ വാളെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ട. ഒരു ഡോക്ടർ അച്ചടക്കം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ചടക്ക ലംഘനത്തിന് റിപ്പോർട്ട് വായിക്കണം. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അറിയണം. ഈ മന്ത്രി നേരിട്ട് കയറിയിട്ട് ഈ പറയുന്ന കരിങ്കൊടിക്കാരെ നേരിടുന്നു. എല്ലാം ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി കയറി നേരിടുക. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഈ നേരിടുന്ന പണികൾക്ക് മുഴുവൻ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും കൂട്ടുനിൽക്കുക. ഇതെന്തൊരു നാടാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതെന്തൊരു നാടാണ്? പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇതെന്തത് കൊള്ളക്കാരനാണ്? തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞ കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു ഗൂഢാലോചന അടിസ്ഥാനത്തിൽ നടന്ന ഒരു കഥ പപ്പടം പൊട്ടുന്നത് പോലെ പൊളിഞ്ഞ ഒരു പടമായി മാറിയ കഥ നമ്മൾ എല്ലാവരും കണ്ടു. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. കേരളത്തിലെ പൊതുസമൂഹത്തെ ആകെ വിഡ്ഢികളാക്കുന്ന രീതിയിലേക്കുള്ള ഒരു കഥയാണ് ഈ പശ്ചാത്തലത്തിൽ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ഭാഗമായി അരങ്ങേറിയത്. പറഞ്ഞ കല്യാട് വെച്ച് നടന്ന ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മന്ത്രി പ്രസംഗിക്കുകയാണ്. എന്ത് പ്രതിഷേധങ്ങളെ പൂമാലയായി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വലിയ വയല വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. ഈ സൂചിപ്പിച്ചതുപോലെ കയ്യിൽ കരിങ്കൊടി മാത്രം ഏന്തി പ്രതിഷേധിച്ച KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 പ്രവർത്തകരുടെ
പ്രതിഷേധം കണ്ടപ്പോൾ ആക്രോശിച്ച് ബഹളം വെച്ച് ഇതാ എനിക്ക് പരിക്ക് പറ്റിയ എൻ്റെ കഴുത്ത് തകർന്ന് എന്നൊക്കെ പറഞ്ഞ് ഇതാ CMA ഞാൻ ആകെ തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ആ നിലവിളി ശബ്ദം ഇടുമെന്നൊക്കെ പറഞ്ഞ് ആംബുലൻസും പിടിച്ച് ഈ പറഞ്ഞ ആശുപത്രിയും ICUവും വെന്റിലേറ്ററും മെഡിക്കൽ കോളേജും ഒക്കെ കറങ്ങി വന്ന ദയനീയമായ പരിഹാസ്യമായ ഒരു അവസ്ഥ നമ്മളെല്ലാം ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. മന്ത്രിക്ക് പരിക്ക് പറ്റിയതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ മന്ത്രിയെ തടയാൻ പോയ, മന്ത്രിയെ രക്ഷിക്കുന്നതിനിടയിൽ പരിക്ക് പറ്റിയ ഗൺമാനാണെന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കണ അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഗൺമാന് ചികിത്സ ആദ്യഘട്ടത്തിൽ ആവശ്യം വന്നില്ല. 3:16 ഈ പറഞ്ഞതുപോലെ സംഭവം നടന്ന് 3:45 ജില്ലാ ആശുപത്രിയിലെത്തി. മന്ത്രിയുടെ പരിക്കൊക്കെ പരിശോധിച്ചു. എല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് 3:30-4:30 ആയപ്പോഴാണ് ഗൺമാന് പരിശോധന നടത്താനുള്ള പാർട്ടി നിർദ്ദേശം. വളരെ കുറ്റകരമായ രീതിയിൽ ഈ KSU പ്രവർത്തകരെ ഈ പറഞ്ഞതുപോലെ 17 ദിവസക്കാലം ഒരു തരത്തിലുള്ള മനുഷ്യാവകാശത്തിനും വില കൽപ്പിക്കാതെ വ്യാജ പരാതിയുടെ പുറത്ത്, കള്ള പരാതിയുടെ പുറത്ത് ജയിലിൽ അടച്ചതിന്റെ ഗൂഢാലോചനയിൽ ഒന്നാമത്തെ പ്രതി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശവും തിരക്കഥയും അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ സ്പീക്കർ AN ഷംസീർ, അദ്ദേഹം വലിയ ഡോക്ടറാണെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. കാരണം പരിക്കുണ്ട്, അഡ്മിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന ആരാണ്? കേരളത്തിന്റെ നിയമസഭ സ്പീക്കറാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. എല്ലാം കഴിഞ്ഞ് അവസാനം അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ നിയമസഭയുടെ അധ്യക്ഷനാണ്, സഭാനാഥനായ മുഖ്യമന്ത്രി അറിയിച്ചു, എന്റെ സഹപ്രവർത്തകയായ എന്റെ സഭാംഗമായ മന്ത്രിക്കാണ് പരിക്കേറ്റതെന്നൊക്കെ പറഞ്ഞ് വലിയ തത്വവും നിയമവും ഒക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? എന്തിനാണ് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ വിളിച്ചു പറയാമെന്ന് അവിടെ പറയുന്ന ദൃശ്യങ്ങൾ തുടക്കത്തിൽ, ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ച ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഞാൻ KK രാഗേഷിനെ വിളിച്ചു പറയാമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. KK രാഗേഷ് ഏത് നിയമസഭയിലെ അംഗമാണ്? ഏത് സഭയുടെ നാഥനാണ്? ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. CPM ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനോട് ഉൾപ്പെടെ നിർദ്ദേശം നൽകി കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ തിരക്കഥ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഉപകരണങ്ങൾ ശരീരഭാഗങ്ങളിൽ മറന്നു വെക്കുന്ന, ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നു വീണ് ജീവനുകൾ പൊലിയുന്ന നിരവധിയായ വിഷയങ്ങൾ, സിസ്റ്റത്തിന്റെ തകരാറ് എണ്ണി സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും വിളിച്ചു പറയുന്ന സാഹചര്യമൊക്കെ കേരളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സഹതാപ തരംഗമൊക്കെ ഉണ്ടാക്കി വഴിതിരിച്ച് ഇതിലൂടെയൊക്കെ ചില സിമ്പതികൾ ഉണ്ടാക്കി ഇത്തരം കെട്ടുകഥകളും നാടകങ്ങളൊക്കെ നടത്തി ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും മെനഞ്ഞ് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണ പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കറ്റിലെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയാൻ ഒരു വിദഗ്ധ ഡോക്ടർക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് വൂണ്ട് സർട്ടിഫിക്കറ്റിൽ പരിക്കായി ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ിരിക്കുന്ന ഭാഗങ്ങളിൽ പറയുന്നത് ഡോക്ടർ കൈകൊണ്ട് അമർത്തുമ്പോൾ രോഗി വേദനയുണ്ട് എന്ന് പറയുന്നത് മാത്രമാണ്. അമർത്തുമ്പോൾ വേദനയുണ്ട് എന്ന് രോഗി പറയുന്നത് ടെൻഡർനെസ് എന്ന് പറയുന്നത് അത് രോഗിയുടെ സബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് ആണ്. വേദന ഇല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അറിയാൻ മാർഗം. പരിക്കായി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. അതുകൊണ്ടാവണം അതിന്റെ പേരിൽ കൂടി പ്രോസിക്യൂഷന് വാങ്ങിച്ചു കെട്ടാതിരിക്കാൻ അത് ഹാജരാക്കാതെ ഇരുന്നത്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് എന്ത് ഫലം? എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത് അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.